പാർത്ത പാലക്കാട് താമര കുതുക്കിയാണ്. ആദ്യം 2 റൗണ്ട് എണ്ണുമ്പോൾ താമരയ്ക്ക് ഒരു താമരക്കാലം ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ പാലക്കാട് താമര കുതിക്കുന്നുണ്ട്. ചേലക്കരയിൽ UR പ്രദീപിനപ്പുറം രമ്യ ഹരിദാസ് കയറി വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും UDF ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ പാലക്കാട് ആദ്യം 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ പെട്ടി പാക്ക് ചെയ്ത് കണ്ടമൊഴി ഓടാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് നമ്മൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ. അതായത് പാലക്കാട് BJP ജയിക്കുന്നു എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സന്ദീപിനെ ഏറ്റെടുക്കേണ്ടി വരും. കാരണം സന്ദീപ് വാര്യറാണ് പാലക്കാട് BJPയെ ജയിപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കാലുമാറ്റം ഇത്രത്തോളം ഒരു പ്രതിശൂന്യത BJPക്കാരോട് കാണിച്ച ഒരാളോട് തിരിച്ച് BJP പകരം വീട്ടിയതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്ത് തോന്നുന്നു സന്ദീപ് വാര്യരുടെ ഒരു അവസ്ഥ? അല്ല, സന്ദീപ് വാര്യർ നെഞ്ചടിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് കാണുകയായിരിക്കും. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ പോയിരുന്നു കൊണ്ട് അദ്ദേഹം TV കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും BJPയുടെ തോൽവി ഒന്ന് തോൽക്കണേന്ന് സന്ദീപ് പ്രാർത്ഥിക്കില്ല. പിന്നെ സന്ദീപ് നേരത്തെ ഒരു ഒറ്റക്കാരനായിരുന്നു എന്നൊക്കെ BJPയിലെ പലരും പറയുന്നത് കൊണ്ട് നേരത്തെയും സന്ദീപ് ചിലപ്പോൾ BJP ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഇത്തവണ ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതെ, തീർച്ചയായും. കാരണം ഇന്നലെ തന്നെ C. കൃഷ്ണകുമാർ ജനൻ TVക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനൻ TVയുടെ അവതാരകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പറയുന്നത് പോലെ നിങ്ങൾ സന്ദീപിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കിയത്, സന്ദീപിന് എന്തുകൊണ്ട് അവസരം കൊടുത്തില്ല, സന്ദീപിനെ ഇത്രയും നല്ലൊരു നേതാവിനെ നിങ്ങൾ എന്തുകൊണ്ട് അകറ്റി നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ C. കൃഷ്ണകുമാർ പറയുന്ന ഒരു കാര്യം, K. സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ആ ഒരു വ്യക്തി മാത്രമാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. എന്ത് തീരുമാനം? അദ്ദേഹത്തെ എന്തിനു പുറത്താക്കി എന്നത് ജനങ്ങളോട് വിളിച്ച് പറയണ്ട എന്ന രാഷ്ട്രീയ മര്യാദ കാണിച്ചത് കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യർ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അത് പുറത്തറിഞ്ഞാൽ സന്ദീപ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അസ്തമിക്കും. അത്രയ്ക്ക് വൃത്തികെട്ട സംഘടനാ വിരുദ്ധ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനടക്കം പറയുന്നത് അത് പുറത്തു പറയണമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ ആ മാന്യത കൊണ്ട് ആ K. സുരേന്ദ്രന്റെ ക്ഷമയെ ഞാൻ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അവരുടെ മാന്യത. ആ കാര്യത്തിൽ K. സുരേന്ദ്രനെ നമ്മൾ നമിച്ചേ പറ്റൂ. രാഷ്ട്രീയ മാന്യത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ പറയുന്ന രാഷ്ട്രീയ മാന്യത K. സുരേന്ദ്രന് മാത്രമല്ല, പാർട്ടിയിലെ ഓരോ പ്രവർത്തകർക്കുമുണ്ട്. കാരണം സന്ദീപ് വാര്യർ പോയത് എന്തെന്നറിയുന്ന മുതിർന്ന സംഘടനയിലെ നേതാക്കൾ മാത്രമല്ല, അണികൾക്ക് വരെ അറിയാം എന്തിനാണ് സന്ദീപ് വാര്യരെ പുറത്താക്കിയത്, എന്തിനാണ് സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒരാൾ പോലും ഒരക്ഷരം ഇത്രയും പാർട്ടിക്കെതിരെ പറഞ്ഞിട്ട് പോലും വെറുപ്പിന്റെ ഫാക്ടറി ആണെന്നും വെറുപ്പിന്റെ നേതാവാണ് മോദിയാണെന്നും വെറുപ്പ് പരത്തുന്ന നേതാവാണ് മോദിയാണെന്നും ഒക്കെ പിന്നെ വിളിച്ച് കോൺഗ്രസ്സുകാരെ എന്താ പറയുക സന്തോഷിപ്പിക്കാനായിട്ടും പാണക്കാടും ജെഫ്രി തങ്ങളുടെ അടുത്തുമൊക്കെ പോയി അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒരു പ്രവർത്തകൻ പോലും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ വന്നിട്ടോ സന്ദീപിൻ്റെ ഇത്തരം ലീലാവിലാസങ്ങൾ, സന്ദീപ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് കാണിച്ച ചതികൾ, ഇതൊന്നും പുറത്തു പറഞ്ഞില്ല എന്നുള്ളത് സന്ദീപിനില്ലാത്തൊരു സാധനം RSSനും BJPക്കുമുണ്ട്. മാന്യത, നിലപാട്, നട്ടല്. അതിൽ പല കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. സന്ദീപിനെതിരെ എന്തിനു നടപടിയെടുത്തു എന്നുള്ള വിഷയങ്ങളിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റു ചില പ്രവർത്തനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് പാർട്ടി പുറത്തു പറയാത്ത കാലത്തോളം ആർക്കും അത് പുറത്തു പറയാനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് വാര്യരുടെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ ധന്യ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ആദ്യമായി ഒരു പക്ഷേ ഒരു ഒറ്റുകാരൻ്റെ റോൾ അല്ലായിരുന്നുവെങ്കിൽ BJP തോൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയിൽ അദ്ദേഹം പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷം ഈ എന്ത് തന്നെയായാലും 1300 വോട്ടിന് കൃഷ്ണകുമാർ ലീഡ് നിലനിർത്തുന്നുണ്ട് കേട്ടോ. രണ്ടാം റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോഴാണ് ആണോ? രണ്ടാം റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോഴാണ് അല്ല, പക്ഷേ പിന്നെ മാറി ലീഡ് മാറി. 258 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ് പാലക്കാട് നഗരസഭയിൽ. 258 വോട്ടിന് പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണെങ്കിൽ അത് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നഗരസഭയിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ഥിതിയെങ്കിൽ അത് BJP ഇരുത്തി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഈ പറയുന്നത് പോലെ സന്ദീപ് വാര്യർ ഒരു പക്ഷേ താൻ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത് എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും അല്ല യഥാർത്ഥ കാര്യം എന്നുള്ളത് കൃത്യമായി അറിയാം. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? BJPയിലെ പടലപ്പടക്കങ്ങൾ, ശോഭാ സുരേന്ദ്രനെ നിർത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ,
ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചിത്രം മാറുന്നുവെങ്കിൽ BJP ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിച്ച് വിശകലനം ചെയ്യണം. അവിടെ ഒരു വലിയ വർക്ക് നടത്തി അവിടെ തമ്പടിച്ചുകൊണ്ട് ഇരുന്ന പല ആളുകളും അവിടെ പലതും തിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, പാലക്കാട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 258 വോട്ടിന് മുന്നിലാണെങ്കിലും ആ വോട്ട് നില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ഒരു ചിത്രം നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് 1800 വോട്ടിന് മുന്നിൽ നിന്നിരുന്ന ശ്രീ കൃഷ്ണകുമാറാണ് പെട്ടെന്ന് 2ാം റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ പെട്ടെന്ന് പിന്നിലേക്ക് പോയത്, 2ാം സ്ഥാനത്തേക്ക് പോയത് എന്നുള്ളതാണ്. അത് ഇപ്പോൾ 176 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. വീണ്ടും കൃഷ്ണകുമാർ മുന്നിൽ വന്ന് 176 വോട്ടിന് മുന്നിലായി. 178 വോട്ടിന് മുന്നിലാണ് സി കൃഷ്ണകുമാർ. പാലക്കാട് ഇങ്ങനെ 858 വോട്ടിന് സി കൃഷ്ണകുമാർ മുന്നിലായിരിക്കുന്നു. പാലക്കാട് എന്താണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്? താമരയ്ക്ക് ഒരു വലിയ കോട്ട സംഭവിക്കുമോ അതോ കൈ തന്നെ കൊണ്ടുപോകുമോ ഒന്നും അറിയില്ല. എവിടെ 1-2 സ്ഥലങ്ങൾ എണ്ണിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ വന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും ഇപ്പോൾ 858 വോട്ടിന് പാലക്കാട് നമ്മുടെ BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിലാണ്. ചേലക്കരയിൽ 2583 വോട്ടിന് UR പ്രദീപ് മുന്നിലാണ്. 46,318 വോട്ടിന് വയനാട് പ്രിയങ്ക ഗാന്ധി മുന്നിലാണ്. വയനാടിനെ പറ്റി നമ്മൾ ഇനി പറയേണ്ടതെന്ന് തോന്നുന്നു. വളരെ കൃത്യമായി പാലക്കാട് ഒരു പക്ഷേ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ ഒരു ഫീലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം പാലക്കാട് നഗരസഭയിൽ ഈ ശ്രീധരന് ഒരു തവണ പോലും ഈ ശ്രീധരനെ മറികടക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പൊ സി കൃഷ്ണകുമാറിന് 2 പ്രതിബന്ധങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഈ ശ്രീധരൻ പിടിച്ച വോട്ട് അത്രയ്ക്ക് ഭൂരിപക്ഷം നിലനിർത്താൻ ശ്രീ കൃഷ്ണകുമാറിന് കഴിയുന്നില്ല. രണ്ടാമത്തത് 2ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ എവിടെയോ പാലക്കാട് നഗരസഭയിലെ ഏതോ 1-2 ബൂത്തുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിരുന്നു എന്നുള്ളതും ഒരു BJPക്ക് ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇതിന് പരിയാരി പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ മാത്തൂരിലേക്കും കണ്ണാടിയിലേക്കും എത്തുമ്പോൾ എന്താകും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് BJPയും UDFും ആശങ്കയോടുകൂടി ഓരോ നിമിഷവും കടന്നു പോകേണ്ട സ്ഥിതി. ഒരുപക്ഷെ ഇതിനെ പോസിറ്റീവായിട്ടും BJPക്ക് കാണാം. കാരണം ഇതേ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ഈ പെരിയാരി പഞ്ചായത്തിലും അതുപോലെ തന്നെ കണ്ണാടിയിലുമൊക്കെ CPM-നകത്തേക്ക് കൂടുതൽ വോട്ടുകൾ UDF-ൻ്റെത് പോയിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ഗുണമാണ്. അവിടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഈ പറയുന്ന കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് നഗരസഭയിൽ ആയിരുന്നില്ല, പെരിയാരി പഞ്ചായത്തിലായിരുന്നു. പെരിയാരി പഞ്ചായത്തിൽ കെ സുരേന്ദ്രൻ അവിടെ സ്റ്റേ ചെയ്ത് നിന്നുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. പല നേതാക്കളും, പല വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തി ഇത്തവണ കൃത്യമായ ഒരു പിന്നെ എന്താ പറയുക അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു പ്രവർത്തനം. അത് എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യരുടെ പോക്കിന് ശേഷമാണ് BJP കുറച്ചുകൂടി കരുത്താർജിച്ചത് പാലക്കാട് എന്നുള്ളത്. അതിനു മുൻപ് ഒരു അഴകുഴഞ്ചൻ നിലപാടല്ലായിരുന്നു പാലക്കാട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സി കൃഷ്ണകുമാറിനെ വ്യക്തിപരമായി പലർക്ക് താല്പര്യമില്ലായിരുന്നു പാലക്കാട് എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യം. അത് തിരിച്ചറിയണം. കാരണം പാലക്കാട് നഗരസഭയിൽ പോലും സി കൃഷ്ണകുമാർ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയൊരു വോട്ടിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത്. പാർട്ടിക്കാർക്കും അണികൾക്കും പിന്നെ സമ്മതനായ ഒരു നേതാവിനെ പാലക്കാട് നിർത്താൻ ഇനിയെങ്കിലും BJP ശ്രമിക്കണം എന്നുള്ളതാണ്. കൃഷ്ണകുമാർ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം സി കൃഷ്ണകുമാറിന് 800 വോട്ടുകളുടെ കുറവ് 1ാം റൗണ്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് BJP ഇരുത്തി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. പോയിന്റ് എന്ന് പറയുന്നത് 800 വോട്ടുകൾ കുറഞ്ഞ 1114 വോട്ടുകളുടെ ഭൂരിപക്ഷം 1ാം റൗണ്ടിൽ കൃഷ്ണകുമാറിനുണ്ടെങ്കിലും അത് ഈ സന്ദീപ് വാര്യർ പോയതിന് ശേഷമുള്ള ഭൂരിപക്ഷമാണ്. സന്ദീപ് വാര്യർ പോയത് കൊണ്ട് മാത്രമാണ് അണികൾ ഉണർന്നതും കൃത്യമായി പ്രവർത്തിച്ച് നടത്തിയതും. ഇല്ലെങ്കിൽ സി കൃഷ്ണകുമാറിന് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായി ഈ BJPയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും പാളിച്ച വന്നോ, അണികളുടെ വികാരം മാനിച്ചുകൊണ്ടാണോ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ BJPയുടെ നേതൃത്വം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ എന്തായാലും സി കൃഷ്ണകുമാർ വിജയിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണണം. മാങ്കൂട്ടത്തിന് താല്പര്യമില്ലാത്ത പലരും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട്. അവർ ഏത് രീതിയിൽ പ്രവർത്തിച്ചു, അവർ എങ്ങോട്ടാണ് വോട്ട് മറിച്ചത്, അവർ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ താല്പര്യമില്ല. അപ്പോൾ വോട്ട് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം UDFന്
ഷാഫിയുടെ പേരിൽ രാഹുലിന് ഒരു സീറ്റ് കൊടുത്തെങ്കിൽ പോലും രാഹുലിന് താല്പര്യമില്ലാത്ത കോൺഗ്രസ്സുകാരാണ് കൂടുതലും പാലക്കാടുള്ളത്. ആ വോട്ട് LDF-ലേക്ക് പോയോ BJP-യിലേക്ക് പോയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായും.